നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കലിതുള്ളി കാലവർഷം. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. കൊട്ടേക്കാട് പരേതനായ ശിവദാസിന്റെ ഭാര്യ സുലോചന 54 വയസ്സ്, മകൻ 31 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കനത്ത മഴയിൽ എങ്ങും വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി ബന്ധം നിലച്ചു. ഗതാഗതം സ്തംഭിച്ചു. കിഴക്കഞ്ചേരി, കൊഴുക്കുള്ളി, മുടപ്പല്ലൂർ, കരിപ്പാലി പാലങ്ങൾ വെള്ളത്തിനടിയിലായി. പുഴയിൽ തേങ്ങ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കണ്ടെത്താനായില്ല. അയിലൂർ പുത്തൻ വീട്ടിൽ രാജേഷാണ് ഒഴുക്കിൽപ്പെട്ടത്. 42 വയസ്സായിരുന്നു. മികവിന്റെ കേന്ദ്രങ്ങളായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയെന്ന് പി സുമോദ് MLA. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അനുമോദനങ്ങൾ അവരുടെ ജീവിത വിജയത്തിന് മുതൽക്കൂട്ടാകുമെന്നും പി സുമോദ്. വാർത്തകൾ വിശദമായി. കലിതുള്ളി കാലവർഷം. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ വീടിന്റെ ചുമരിടിഞ്ഞ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. കണ്ണമ്പ്ര കൊട്ടേക്കാട് പരേതനായ ശിവദാസൻ ഭാര്യ 54 വയസ്സുള്ള സുലോചന, മകൻ 31 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ ഇവരുടെ വീടിന്റെ കിടപ്പുമുറിക്ക് സമീപമുള്ള ഇടച്ചുമർ ഇടിഞ്ഞു വീഴുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 6:30യോടുകൂടിയാണ് സംഭവം പുറത്തറിയുന്നത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി ഇരുവരെയും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. സുലോചനയും മകൻ രഞ്ജിത്തും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ കാലപ്പഴക്കമാണ് ഇടിഞ്ഞു വീഴുന്നതിന് കാരണമായി പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വീടിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ചെറിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് അംഗവും നാട്ടുകാരും ഇവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും അതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തെങ്കിലും ഇവർ കൂട്ടാക്കാതിരുന്നതാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പാമ്പാടി ഐവർമഠത്തിൽ സംസ്കരിച്ചു. സുലോചനയുടെ മറ്റൊരു മകൾ രമാലക്ഷ്മി, മരുമകൻ പ്രകാശൻ. തീരെ സ്ഥലമില്ലാത്തവർക്ക് ആ സ്ഥലം നികത്തിയിട്ട് വേണം വേറൊരു വീട് അവിടെ കയറ്റാൻ. അപ്പോൾ വേറൊരു ആശ്രയം വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പാർട്ടി ഓഫീസിൻ്റെ ചാവി വരെ കൊടുത്ത് മറ്റുള്ള ആളുകളെ അഭയം പ്രാപിച്ചുകൊണ്ട് അവർക്ക് മടിയുണ്ട് എന്നെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടെ ഇരിക്കണം, പറ്റില്ല, ഇവിടെ ഇരുന്നിട്ട് വേണം നമുക്ക് അവിടെ നേരാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വീടുകൾ അങ്ങനെ ഞങ്ങൾ ഇരുത്തി താമസിച്ചുകൊണ്ട് വീടുകൾ മാറ്റി പണിതിട്ടുണ്ട്. അപ്പം ഇവരതിന് വില്ലിങ് അല്ല. അപ്പം പിന്നെ നമുക്കത് പറഞ്ഞിട്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു, പറയാൻ പറ്റുന്നുണ്ട്. രാവിലെ ഒരു 7 മണിയോടുകൂടി ഞാൻ ഷൺമുഖട്ടൻ, ഇയാളുടെ മരിച്ച സുലോചനയുടെ അനിയൻ ഇളയച്ചൻ ഷൺമുഖട്ടൻ വിളിച്ചതനുസരിച്ചാണ് ഞാനും ഷൺമുഖട്ടനും ശിവൻ എന്ന പേര് 3 പേര് കൂടി പോയത്. ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചു, വീട് കണ്ടു. വീടിൻ്റെ ഒരു ചുമര്, ഇടയിലുള്ള ചുമര് വീണ് ആയിട്ടാണ് ഇവർക്ക് ഈ ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ച് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്ത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. കനത്ത മഴയിൽ എങ്ങും വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി ബന്ധം നിലച്ചു. ഗതാഗതം സ്തംഭിച്ചു. കിഴക്കഞ്ചേരി, കൊഴുക്കുള്ളി, മുടപ്പല്ലൂർ, കരിപ്പാലി പാലങ്ങൾ വെള്ളത്തിനടിയിൽ. മഴ കനത്തതോടെ വ്യാപക നാശനഷ്ടമാണ് വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കിഴക്കഞ്ചേരി വേളാമ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ വീട് പൂർണ്ണമായും തകർന്നു. വേളാമ്പുഴ ആമിനയുടെ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് ആമിന സമീപത്തെ മകളുടെ വീട്ടിലേക്ക് പോയതിനാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആമിന മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. കനത്ത മഴയിൽ പാലങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. കിഴക്കഞ്ചേരി, കൊഴുക്കുള്ളി, മുടപ്പല്ലൂർ, കരിപ്പാലി പാലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇതുവഴിയുള്ള ഗതാഗതവും സ്തംഭിച്ചു. നിരവധി കൃഷിസ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയിൽ അഞ്ചുമൂർത്തിമംഗലം നൊച്ചിപ്പറമ്പിൽ മരം വീണ് വീടുകൾ തകർന്നു. നൊച്ചിപ്പറമ്പ് ഗുരുവായൂരപ്പൻ്റെ വീടാണ് തകർന്നത്. കാറ്റും മഴയെയും തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നിരവധി വൈദ്യുത തൂണുകളും തകർന്നിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. കിഴക്കഞ്ചേരി കൊടുമ്പാല ക്ഷേത്രത്തിന് സമീപം മരം വീണ് 4 വൈദ്യുത തൂണുകൾ തകർന്നു.
വാണിയമ്പാറ മേലെച്ചുങ്കത്ത് ദേശീയപാതയോരത്തെ വീടുകളിലേക്ക് വെള്ളം കയറി. കണ്ണമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു. പന്തലാമ്പാടം മേരിഗിരിയിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. മുടപ്പല്ലൂർ തെക്കുംചേരി പൊട്ടക്കുഴി വീട്ടിൽ മോഹനന്റെ വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്നു. മംഗലഡാം VRT പൂച്ചാടിയിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. 4 വൈദ്യുത തൂണുകളും തകർന്നു. വടക്കഞ്ചേരി കറ്റുകോട് കുന്നേങ്കാട് നാരായണന്റെ വീടിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കരിങ്കൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. നാരായണന്റെ വീടിന്റെ ചുമരിനോട് ചേർന്നാണ് ഇടിഞ്ഞു വീണത്. ആളപായമില്ല. അയിലൂർ മുതുകുന്നി നായർകുണ്ട് തടയണയ്ക്ക് സമീപം തേങ്ങ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടയാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അയിലൂർ മുതുകുന്നി പുത്തൻ വീട്ടിൽ 42 വയസ്സുള്ള രാജേഷിനെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ചീനാമ്പുഴയിലെ മുതുകുന്നി നായർകുണ്ട് തടയണയ്ക്ക് സമീപം കാണാതായത്. മഴ ശക്തമായതോടെ ചീനാമ്പുഴയുടെ ഇരുകരകളും കവിഞ്ഞൊഴുകിയിരുന്നു. ഈ സമയത്ത് മറ്റ് സുഹൃത്തുക്കളുമൊത്ത് പുഴയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ പിടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ തടയണയിൽപ്പെട്ടത്. എന്നാൽ പെട്ടെന്നുണ്ടായ കുത്തൊഴുക്കിൽ രാജേഷ് പുഴയിലൂടെ ഒഴുകി പോവുകയായിരുന്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. പിന്നീട് നാട്ടുകാരും വടക്കഞ്ചേരിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് സ്കൂബ ടീമും ഇയാളെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മികവിന്റെ കേന്ദ്രങ്ങളായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയെന്ന PP സുമോദ് MLA. കാവശ്ശേരി KCP ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ പേരിന് ഒരു അനുമോദനം പോലും നൽകാൻ അന്ന് പൊതുസമൂഹം തയ്യാറായിരുന്നു. കാരണം അന്ന് അതൊരു ശീലമല്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ രക്ഷിതാക്കളെല്ലാം ഈ കൂട്ടത്തിലുണ്ടാകും, ടീച്ചർമാർക്കൊക്കെ. എന്നാൽ പുതിയ കാലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാത്രമായിരിക്കില്ല, മറിച്ച് ക്ലബ്ബുകൾ നൽകുന്ന, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന, പഞ്ചായത്തുകൾ നൽകുന്ന, വാർഡ് മെമ്പർമാർ നൽകുന്ന, MLA മാർ നൽകുന്ന, ഇങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള അനുമോദനങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ വിജയങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 2 മാസക്കാലമായി നിങ്ങൾ നിരന്തരമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് കാണിക്കുന്നത് ഈ കാലഘട്ടത്തിൽ പൊതുവായി വിദ്യാഭ്യാസ വിജയങ്ങളെ എത്രമാത്രം കരുതലോടുകൂടിയാണ്, എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ പൊതുസമൂഹം നോക്കിക്കാണുന്നത്. എന്തായാലും നിങ്ങൾ 10ാം ക്ലാസ്സും +2 വിജയിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +2 ഒരു ജംഗ്ഷനാണ്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അനുമോദനങ്ങൾ അവരുടെ ജീവിത വിജയത്തിന് മുതൽക്കൂട്ടാകണമെന്നും PP സുമോദ് പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് N സുരേഷ് കുമാർ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S ജയകൃഷ്ണൻ, പ്രിൻസിപ്പാൾ D ഇന്ദിര, പ്രധാനാധ്യാപിക KV അനിത, ഗിരിജാരാജൻ, സുജാത ചന്ദ്രൻ, രതീഷ്, ശ്രീജ എന്നിവർ സംസാരിച്ചു. മഴയ്ക്ക് ശമനമില്ല. പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് ബുധനാഴ്ച അവധി. കനത്ത കാലവർഷത്തിന്റെയും മഴക്കെടുതികളുടെയും പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളും അംഗൻവാടികളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 17/7/2004 ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. സ്വകാര്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ, മദ്രസകൾ, കിൻഡർ ഗാർട്ടനുകൾ എന്നിവ ഉൾപ്പെടെ ക്ലാസുകൾ ഒഴിവാക്കേണ്ടതാണ്. കുട്ടികൾ തടയണകളിലും പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിനടുത്തുള്ള ചെക്ക് ഡാം പാലത്തിനരികെ നിന്നിരുന്ന വൻ ആൽമരം കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകി വീണത്. വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് നടത്തുന്ന ചെക്ക് ഡാമിലേക്കാണ് മരം വീണത്. പകൽ സമയമായിരുന്നെങ്കിൽ ബോട്ട് സഞ്ചാരികൾ ഉണ്ടാകുമായിരുന്നു. റോഡിലേക്ക് വീഴാതിരുന്നതുകൊണ്ട് ഗതാഗതത്തിന് തടസ്സം നേരിട്ടില്ല. പാലക്കാട് നഗരത്തിരക്കിൽപ്പെടാതിരിക്കാനായി കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന ചരക്ക് വാഹനം ഉൾപ്പെടെ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. പരിസരത്ത് ഇനിയും അപകടം വരുത്തി വയ്ക്കാവുന്ന തരത്തിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുമ്പോൾ മറിഞ്ഞു വീണ അപകടമില്ലാതാക്കാൻ അവ മുറിച്ചു മാറ്റണമെന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. ആലത്തൂർ വെങ്ങന്നൂർ പുഴയ്ക്ക് കുറുകെ ജൽ ജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി നിർമ്മിച്ച പാലം തകർന്നു. ആലത്തൂരിലെ വെങ്ങന്നൂർ പാലത്തിന് കുറുകെ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി പണിത പാലമാണ് കനത്ത മഴവെള്ളപ്പാച്ചിലിൽ തകർന്നത്. പാലത്തിന്റെ 2 കാലുകളും തകർന്നതിനെ തുടർന്ന് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകളടക്കം വെങ്ങന്നൂർ പാലത്തിലേക്ക് പതിച്ചു. പാലക്കാട് രാമനാഥപുരം NSS കരയോഗം, വനിതാ സമാജം, ബാലസമാജം അംഗങ്ങൾക്കായി ജ്ഞാനപ്പാന ആലാപനം സംഘടിപ്പിച്ചു.
NSS പാലക്കാട് താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി. ശാലിനി സന്തോഷ്, ജെ അമ്പിളി, TS ഗീത, R സുഹാസിനി, ബിന്ദുദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇനി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷനും പാലക്കാട് ഹരിത കേരള മിഷൻ ചേർന്ന പാലക്കാട് മെഡിക്കൽ കോളേജിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി അധ്യക്ഷനായി. നവകേരള മിഷൻ കോർഡിനേറ്റർ P സൈതലവി, കൗൺസിലർ ധന്യ, ജമാലുദ്ദീൻ, ഡോക്ടർ സുനിൽ, കരോളിൻ ജോസ്, BS ഭദ്രകുമാർ, NK കരീം, K മുരുകൻ, മോഹനചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, പ്രസാദ്, റഷീദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലിതുള്ളി കാലവർഷം, ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ വീടിന്റെ ചുമറിടിഞ്ഞു വീണ് അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം. കൊട്ടേക്കാട് പരേതനായ ശിവദാസിന്റെ ഭാര്യ സുലോചന 54 വയസ്സ്, മകൻ 31 വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കനത്ത മഴയിൽ എങ്ങും വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. വൈദ്യുതി ബന്ധം നിലച്ചു. ഗതാഗതം സ്തംഭിച്ചു. കിഴക്കഞ്ചേരി, കൊഴുക്കുള്ളി, മുടപ്പല്ലൂർ, കരിപ്പാലി പാലങ്ങൾ വെള്ളത്തിനടിയിലായി. പുഴയിൽ തേങ്ങ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കണ്ടെത്താനായില്ല. അയിലൂർ പുത്തൻ വീട്ടിൽ രാജേഷാണ് ഒഴുക്കിൽപ്പെട്ടത്. 42 വയസ്സായിരുന്നു. മികവിന്റെ കേന്ദ്രങ്ങളായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയെന്ന് PP സുമോദ് MLA. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട അനുമോദനങ്ങൾ അവരുടെ ജീവിത വിജയത്തിന് മുതൽക്കൂട്ടാകുമെന്നും PP സുമോദ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.